ஹே ஹலோ கைஸ், வெல்கம் பேக் டு அனதர் வீடியோ. இன்னைக்கு இந்த வீடியோவில் எதை பற்றி பார்க்க போகிறோம்னு சொல்லி பார்த்தீங்கன்னா, நம்ம வாழா மூவி சீன் 4 தான் இன்னைக்கு வந்து நம்ம ரியாக்ட் பண்ண போகிறோம். ஏற்கனவே வந்து பார்த்தீங்கன்னா சீன் 3 வரைக்கும் நம்ம ரியாக்ட் பண்ணி அப்லோட் பண்ணியிருக்கோம். பார்க்காதவங்க கண்டிப்பாக செக் பண்ணி பாருங்க. இன்னொன்று வந்து பார்த்தீங்கன்னா, நம்ம ஸ்கூல் லைஃப் எவ்வளோ எவ்வளோ மிஸ் பண்ணுறோமோ அந்த அளவுக்கு வந்து பார்த்தீங்கன்னா இவங்க வந்து என்ஜாய் பண்ணி அதை வந்து எப்படி என்ஜாய் பண்ணி அந்த ஸ்கூல் வந்து முடிச்சிருப்பாங்க. அதுக்கப்புறம் வந்து பார்த்தீங்கன்னா அதே செட்டு காலேஜில் வந்து போயிட்டா இன்னுமே அடுத்தபடி வேற லெவலில் இருப்பாங்க. அவங்களோட பேரண்ட்ஸும் வந்து பார்த்தீங்கன்னா அதுக்கு தகுந்த மாதிரி இவன் பையன் கூட நீ சேரக்கூடாது, இவன் பையன் கூட சேரக்கூடாது, அந்த மாதிரி வந்து பார்த்தீங்கன்னா கொண்டு போயிருப்பாங்க. அதுலேயும் வந்து பார்த்தீங்கன்னா ஒருத்தருக்கு தனித்தனி லவ் இருக்கும். மூசா வந்து பார்த்தீங்கன்னா அதுலேயும் அல்டிமேட். என்னோட ஃபேவரட் வந்து பார்த்தீங்கன்னா மூசா தான். சூப்பராக வந்து காமெடியாக பண்ணியிருப்பாரு. ஓகே கைஸ், சீன் 4 போய் பார்த்துட்டு அதுக்கப்புறம் அதை பற்றி பேசுவோம். வீடியோக்குள்ள பார்த்துக்கு முன்னாடி இன்னும் நீங்கள் நம்ம சேனல் வந்து சப்ஸ்கிரைப் பண்ணலாம், கண்டிப்பாக சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. மறக்காம இந்த வீடியோக்கு ஒரு லைக் பண்ணுங்க. வாங்க வீடியோக்குள்ள போகலாம். നീ വിശപ്പിനുള്ള മരുന്ന് മേടിക്കാൻ പോവാ. ഇയാളെന്താ ഈ മുടിയൊക്കെ വെട്ടി ആണുങ്ങളോട് ഡ്രസ് ഇട്ട് നടക്കുന്നത്? എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് എന്താ പറ്റില്ല. സത്യം പറഞ്ഞ എനിക്ക് നിങ്ങളെ പോലെ കാണണമെന്നാണ്. പക്ഷെ കാണുന്നവര് വിചാരിക്കുന്ന കാരണങ്ങളൊന്നും. എനിക്ക് നിങ്ങളെ പോലെ ഹാർഡായിട്ട് ജോലി ചെയ്യാൻ പറ്റണം. പിന്നെ വീട് മേടിക്കണം, കാശുണ്ടാക്കണം, കാർ വാങ്ങണം, പേരൻസിനെ നല്ലോണം നോക്കാൻ പറ്റണം. പിന്നെ ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റണം. എല്ലാ ആണുങ്ങൾക്ക് ഇങ്ങനത്തെ ആഗ്രഹമൊക്കെ ഉണ്ടോ? നിങ്ങൾക്കൊന്നുമില്ല. പിന്നെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഫ്യൂച്ചർ പ്ലാൻ എന്നൊക്കെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ജീവിതത്തിൽ എന്തിനുണ്ട് അതാ ഫ്യൂച്ചർ പ്ലാൻ. എത്ര ആഴത്തിൽ പോയാലും അതിനെ ഇങ്ങനെ നമ്മളെ തിരിച്ചു വിടണം. ഇതൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. അതല്ലേ അതിന്റെ ബ്യൂട്ടി. ഓ ചൂണ്ടൂരിൽ കൈ തട്ടിയറി. എന്നാലും എന്റെ കോളേജിൽ ഇതൊന്നുമില്ലല്ലോടാ. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് കാര്യം. ഇവിടെ അടുത്തൊരു പ്രേമുണ്ട്. ഉണ്ടായിട്ടുണ്ട് കാര്യം. നീ അങ്ങനെ അല്ല, നിനക്ക് ഇഷ്ടമുള്ള കാര്യം അതില്ല. പക്ഷെ എടുത്തടിച്ചോലെ പറഞ്ഞിട്ട് അവളെങ്ങാനും നോ പറഞ്ഞ എനിക്ക് സങ്കടമാവൂടിയാ. അതല്ലേ ഞാൻ പറയാത്തത്. അതാണ് ഇവൻ പറഞ്ഞത്. നിനക്ക് ധൈര്യമില്ല, മനസ്സിലായ? നീ ഉള്ള കാലം മുഴുവൻ അവളെ ഡെലിവറി പോയിട്ട് നടക്കാം. നീ കൂടുതൽ ചിരിക്കാനും വേണ്ട. ചായ കുടിച്ച് മിക്കറ ഒരു ഷുഗർ ഒന്നും ചാവത്തേ ഉള്ളൂ. ഉറക്കൊഴിഞ്ഞ് വണ്ടി ഓടിച്ചേ കണ്ണു മുഖമൊക്കെ ഇരിക്കും നോക്കി. മുഖം കുടിച്ച് സക്കറിയാതെ എന്റെ മൂലാണെന്ന്. എന്നാലും എന്റെ കോളേജിൽ ഇതൊന്നുമില്ലല്ലോടാ. നിന്റെ കോളേജിൽ നീ ഇത് വെട്ടിയെടുത്തോണ്ട് പോ. നാളെ തന്നെ റീത്തോട് പറഞ്ഞു അവളെ കൊണ്ട് യെസ് പറയും. നീയും പറയും മായോട് നിന്റെ ഷുഗറിന്റെ കാര്യം. ഞാൻ പറയുക നീ പറയുള്ളൂ. നീ കൊടളിയാ. എനിക്ക് അവിടെ ഒന്നുമില്ലടാ. നാളെ തന്നെ മുളിക്കറ മുളിയോ. എന്തോ ഭീകരമായിട്ട് കാര്യം പറയാനാണെന്ന് പറഞ്ഞിട്ട് പറയാം. എന്നാ എനിക്ക് കോളേജിൽ വെച്ച് പറയാൻ പറ്റില്ലേ? നമ്മള് ഡെയിലി ഇവിടെ വെച്ചാണല്ലോ കാണുന്നത്. അപ്പൊ പക്ഷെ രാത്രി പോലല്ല, പകലെന്ത് ഇവിടെ ഇത്ര ആള്. നമുക്ക് അങ്ങോട്ട് മാറി. ഇവിടെ ഭയങ്കര ആള്. നീ കാര്യം പറ. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര സുന്ദരമായ അയ്യോ അയ്യോ അയ്യോ. ഓ മായാവി, നമുക്കിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പിടിച്ച് അത്തത്തെ പാത്തോണ്ട് നീ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങൾ എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ടായ പോലും നടക്കില്ല. നിന്റെയും നിന്റെ കൂട്ടുകെട്ടും കണ്ടാലറിയാം നിന്റെ കാരിയറിന്റെ പോക്ക് എങ്ങോട്ടേക്കാണ്.
കാരിയർ അല്ല കരിയർ. എന്തിനാണ് നീ ആദ്യം മര്യാദക്ക് പഠിച്ച് സെറ്റാകാൻ നോക്ക്, എന്നിട്ട് നോക്കാൻ നമുക്ക്. അവക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറയാം, അല്ല നമ്മളെ പറ്റി പറയുന്ന കാര്യമില്ല. ഇപ്പോഴേ ഇങ്ങനെ ഇവര് തമ്മിൽ സെറ്റ് ആയിരുന്നെങ്കിൽ ഇവരുടെ പേരെന്നെ വിട്ടിട്ട് വന്നാൽ അതിന് ഇവര് തമ്മിൽ ലവ് അല്ലേ. അവർക്ക് വേണ്ടി കുടിക്കാൻ മഴയും ചായയും വേസ്റ്റ്, നീയും വേസ്റ്റ്. ഞാൻ ഭയങ്കര മനസ്സങ്കടത്തിരിക്കണം, ഭയങ്കര മനസ്സങ്കടത്തിരിക്കണം. എടാ നിനക്ക് സങ്കടപ്പെടാൻ ഒരു കാരണമെങ്കിലും ഉണ്ട്. എനിക്കാണെങ്കിൽ ഇതുവരെ പറയാൻ പോലും പറ്റിയിട്ടില്ല. ഇവർക്ക് ഇവർ പ്രശ്നം. യുവമരെ പോകേണ്ടത് യുവമരെ കിട്ടാൻ ഞാനിവിടെ എല്ലാരും വെച്ച് കമ്പൈൻ സ്റ്റഡിയില്ല. എന്തോന്ന് കൊണ്ടുവരുമെന്നൊക്കെ ഞാൻ കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞ അറിഞ്ഞൂടെ? അങ്ങോട്ട് കൊണ്ടുവന്ന് പറഞ്ഞാ പോരെ. ഒരു പട്ടിയപ്പോൾ അവനാ എനിക്കറിയോ, എന്റെ അടുത്ത് ഇപ്പഴല്ലേ പറഞ്ഞേ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവരും കൂടെ അവിടെ പോയി അവനെ കണ്ട് നീ അവനുമായിട്ട് മനസ്സോട് സംസാരിച്ച ശേഷം റീസായിട്ട് മനസ്സോട് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും സെറ്റിൽ ആക്കി തരാം. എനിക്ക് മായ ആദ്യം കാണണം. അതെ ഇപ്പൊ ഈ കോലത്തിൽ ഇപ്പൊ നമുക്ക് മായ പോയി കണ്ട് സംസാരിക്കണം. സംസാരിച്ച പോലെ അയ്യോ പൊച്ചി. നല്ല ഭാരമുണ്ട്. നല്ല മാറ്റമുണ്ട്. അയ്യോ പൊച്ചി. പിന്നെ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണം. ഏതാവിടെ വീട്? അയ്യോ അയ്യോ പൊച്ചി പൊച്ചി ബെല്ലടിച്ചു. എനിക്കറിയാലോ അവിടെ ECG ഒക്കെ നോർമലാ, ഗ്യാസ് ആവാനാ സാധ്യത. മരുന്ന് കഴിക്കാൻ പറഞ്ഞു. കുറച്ചു നേരം നെഞ്ചരിച്ചിലുണ്ടാവും, അതുവരെ ഇവിടെ ഇരിക്കാനാ പറഞ്ഞു. അച്ഛനെ കിടക്കണോ വാർഡിൽ? അപ്പാവാ അയ്യോ പൊച്ചി. അച്ഛന് ഗ്യാസ് ആണ്. അയ്യോ എന്താണ് മെസ്സേജ്? എന്റെ കൂട്ടുകെട്ട് കൊള്ളത്തില്ലെന്നോ? വേണ്ടളിയാ, നാട്ടുകാർ മൊത്തം കേൾക്കും. കേക്കട്ടളിയാ. നിനക്കറിയാം ഇവരാരൊക്കെയാണ്? എന്റെ ചങ്സ്. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഇനി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നിനക്ക് സൗകര്യമുണ്ട്, സൗകര്യം ഉണ്ടെന്ന് എന്നോട് വന്നാതിരി. അല്ല നിനക്ക് വേണ്ടി എന്റെ കൂട്ടുകെട്ടൊന്നും കളയാൻ പറ്റത്തില്ല. എന്റെ വീട്ടുകാര് പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. പിന്നെ നീ എന്റെ പ്രശ്നങ്ങളൊക്കെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ടല്ലോ. ഉത്തരവാദിത്വം ഇല്ല, ലക്ഷ്യബോധം ഇല്ല, സ്ഥലകാലം. ചേട്ടാ എനിക്ക് സ്ഥലകാലബോധം ഇല്ല. എടി നീ എന്തെങ്കിലും നിന്റെ പ്രശ്നം അനലൈസ് ചെയ്തിട്ടുണ്ടോ? എടി മുടിയും വെട്ടി തന്തയുടെ ചട്ടും തന്തയുടെ വണ്ടി എടുത്ത് അങ്ങാരി കാണാതെ രാത്രി കറങ്ങാൻ ഇറങ്ങിയാൽ ആണവത്തിലടി. മതി மூசா பாருங்க ஏதாவது ஓட்டிக்கிட்டே இருக்காரு. നിനക്കറിയാവുന്ന പ്രശ്നം എന്താ? ഇവളുടെ തന്തയ്ക്ക് ആമ്പിള്ളേർ ജനിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എന്നിട്ട് ജനിച്ചതോ അങ്ങനെ അതിന്റെ വിഷമത്തിലായിരുന്നു കൊറേ കാലം. അതിനു വേണ്ടിയാണ് ഇവള് ഈ കോലം കെട്ടിക്കൊണ്ടത്. ഇത് മാത്രമല്ല, ഇവക്ക് നല്ലൊരു ജോലി മേടിച്ചിട്ട് ആണുങ്ങള് പേരൻസിനെ നോക്കുന്നവരൊക്കെ നോക്കണോ? എടീ ഇത് ആണതിനെ പെണ്ണതിനെ നോക്കടി. ലുക്ക് മാത്രം ഒന്നും മാറ്റിട്ട് കാര്യമില്ലടി. അമ്മ പറ എന്തൊക്കെ വണ്ടത്തരകള. அவங்க அப்பான்னு தெரியாம பேசிட்டு இருக்காரு. എന്നേ പറഞ്ഞു. നീ
നീ അതും പൊക്കി പിടിച്ചോണ്ട് അച്ഛന്റെ ആൺകുട്ടിന്ന് പറഞ്ഞിട്ട് അവള് നടക്കാവൂ. നീ പറഞ്ഞ എല്ലാ മണ്ണത്തരത്തിലും ഞാൻ കൂട്ടുന്നിട്ടില്ലോടി. കെട്ടി കഴിഞ്ഞിട്ട് അതൊക്കെ നടത്തിക്കോളാൻ പറഞ്ഞിട്ടില്ലോടി. നീ എന്തെങ്കിലും എന്റെ ഇഷ്ടത്തിന് നല്ലോണം പറഞ്ഞിട്ടുണ്ടോടി? അച്ചു എനിക്ക് വേണ്ടി ഞാൻ എല്ലാം മറക്കണല്ലോടി. എന്റെ ഫ്രണ്ട്ഷിപ്പ് കളയണല്ലോടി. സൗകര്യമില്ലടി. നീ അതിനെ പണി നോക്കടി. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ തന്ത അങ്ങർക്കിട്ടോളം 10 പറയാൻ ഇല്ലല്ലോ. அவர்கிட்ட என்னது என்னது என்னமோ கேட்டேன். ചതിച്ചി. ஐயோ போச்சு. മോളെ, നീ നിന്റെ ഇഷ്ടപ്രകാരമാണ് ജീവിക്കുന്നതെന്നാണ് അച്ഛൻ ഇത്രയും നാൾ കരുതിയിരുന്നത്. നീ എനിക്ക് വേണ്ടിയാ ജീവിക്കുന്നതെന്ന് ഞാനിപ്പോഴും അറിഞ്ഞു. ഞാനങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ലല്ലോ നിന്നോട്. എന്നാലും പയ്യൻ വേണ്ടി വന്നല്ലേ എനിക്ക് എന്റെ മോളെ മനസ്സിലാക്കാൻ. പാവം പയ്യനല്ലേ, പക്ഷെ മണ്ടനാ. അവനെ അങ്ങ് പ്രേമിക്കാൻ പോയാലേ നമ്മുടെ ജീവിതം കഴിയുന്നു പോകും. That is love. ഞാൻ ഹാപ്പിയാണ്. നിങ്ങളോട് ഞാൻ ഹാപ്പിയാ, അത്രേ ഉള്ളൂ. ഇനി ഇവനോടൊക്കെ അവളോട് പറഞ്ഞ് അവളുടെ വായിക്കുന്ന ഉപ്പൂടെ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായി. എന്നാലും ആരല്ല 10 മണിക്ക് അവള് പറഞ്ഞ അവര് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അവളെ അന്നേരേ സംശയം ഉണ്ടായിരുന്നു. അവളുടെ വല്ല ഫ്രണ്ടോ ഇനി മറ്റേ ശബനായിരിക്കും. ஐயோ போச்சு. നിനക്ക് രാത്രി 10 മണിക്ക് എന്ത് പരിപാടി? ഫുഡ് അടിയായിരുന്നു മെയിൻ പരിപാടി. അത് കഴിഞ്ഞ് അതല്ല, റീത്തയുടെ ഒരു ഫ്രണ്ട് കാണാൻ വരുന്നത്. അവൻ അവൻ ഞാനും നീ അല്ലാതെ ഇനി മൂന്നാമത് ഒരുത്തനാ. എന്താ സംഭവം അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. അവൻ ഇനി ഇടിച്ചുറക്കം ഞാൻ. നീ ഒരു കാര്യം ചെയ്യും, നേരെ ആ ജംഗ്ഷനിലോട്ട് വാ. ഇന്ന് നമുക്ക് അവനെ തിരുവി എടുക്കാം. ஐயோ ഞാൻ താത്തി നീ വാ വേഗം. ഞാൻ കൊണ്ടുമില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. சூப்பர் 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 சூப்பராக இருந்துச்சு. அவர் ஃப்ரெண்டு வந்து லவ் பண்ணுவாராட்டுக்கு. அது வந்து அவன் டெய்லி அவங்க கூட போயிட்டு வந்து டீலாம் வந்து சாப்பிட்டுட்டு பிஸ்கட்லாம் சாப்பிட்டுட்டு அவர் சொல்லுவார், நீ ஏன் வந்து இப்படி முடி வெட்டியிருக்க, நீ இப்படி ஏன் ட்ரெஸ் பண்ணுற அப்படிங்கிற மாதிரி. நான் வந்து உங்களே மாதிரி இருக்க ஆசை, எனக்கு வந்து ஹார்ட் ஒர்க் பண்ணணும், நல்லா சம்பாதிக்கணும், அப்பா அம்மா நல்லா பார்த்துக்கணும் அப்படின்னு சொல்லிட்டு அது ஒரு பக்கத்து வந்திருக்கும். இன்னொரு ஃப்ரெண்டு வந்து பார்த்தீங்கன்னா அவர் லவ் பண்ணுறாங்களா என்னன்னே தெரியாமல் அவங்களுக்கு எல்லாமே வந்து வாங்கி கொடுத்துக்கிட்டே இருப்பாங்க. ஒரு ஒரு இதில் வந்து பார்த்தீங்கன்னா வந்து எல்லாமே வந்து ஃப்ரெண்ட்ஸாக ஜாலியாக வந்து சரக்கு அடிச்சிட்டு இருப்பாங்க. ஃபோன் யார் பண்ணுவாங்கன்னு சொல்லி தெரில, இவங்களோட ஆளா இல்லை இவரோட ஆளான்னு சொல்லி தெரில. போயிட்டு வந்து போயிட்டு மனசில் இருக்கிறதெல்லாம் கொட்டி வந்து தீர்த்திருப்பாரு. அவங்க வந்து போய் சொல்லுவாங்க, பையன் வந்து எனக்கு பிடிச்சிக்கிட்ட வரையும் நான் சொல்கிறேன், பையன் வந்து நல்ல பையனாக இருக்கான், அவனை லவ் பண்ணுறான், நீ வந்து அவனை விட்டுறாத அப்படிங்கிற மாதிரி சொல்கிறாரா என்னான்னு சொல்லி எனக்கு சரியாக வந்து விளங்கலை. இன்னொருத்தர் வந்து ஃபோன் பண்ணி கூப்பிட்றாரு, வா போய் இப்போ என்னமோ சொல்கிறாரு, பஸ் ஸ்டாப்புக்கே எங்கேயா வா, அவனை போய் வந்து ஒரு வழி பண்ணணும் அப்படிங்கிற மாதிரி வந்து சொல்கிறாரு. என்னன்னு சொல்லிட்டு தெரியல, அடுத்த சீனில் வந்து பார்த்தா தான் சொல்லிட்டு தெரியும். ஓகே, இந்த வீடியோ வந்து கண்டிப்பாக உங்களுக்கு பிடிக்கும்னு நினைக்கிறேன். பிடிச்சா மறக்காம இந்த வீடியோக்கு லைக் பண்ணிட்டு கண்டிப்பாக சப்ஸ்கிரைப் பண்ணாமல் நீங்கள் பார்த்தீங்கன்னா கண்டிப்பாக சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்கள். இது போல் நல்ல வீடியோ நம்ம நெக்ஸ்ட் சந்திப்போம். பாய்.